ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമസ്തയുടെ ചെമ്മാടുള്ള ദാറുൽ ഹുദ സാഹിത്യോത്സവത്തിലെ വിദ്യാർത്ഥികൾ അവിടെ പങ്കെടുത്ത ആളുകൾ ഇതേപോലെ നൃത്തത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ MSFന്റെ പരിപാടിയിൽ അവിടെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരും മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് നൃത്തം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇതൊന്നും മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇതൊക്കെ വേണം എന്നുള്ള നിലപാട് തന്നെയാണ് അവിടെ ആ പങ്കെടുത്തവർക്കും ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇന്നലെ ഇപ്പം MSFന്റെ PK നവാസ് ഒക്കെ പറഞ്ഞത് ഇത് ധാർമ്മിക ച്യുതിയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവരൊന്നും അറിയാതെയാണോ അതോ ഈ പറയുന്ന ഇത്തരം തിട്ടൂരങ്ങൾ ഇറക്കുന്നവരൊക്കെ കാണാതെയാണോ ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്? അതോ ഇത് പുറത്തേക്ക് ഞങ്ങളിതൊക്കെ ചെയ്യും എന്ന് പുറത്തേക്ക് അറിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ സംസാരിച്ച പ്രേംകുമാർ അദ്ദേഹം ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടു. അദ്ദേഹം വിചാരിച്ചത് ഈ ചർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റിലും ഇല്ലാത്ത ചില സംഗതികൾ എടുത്തുകൊണ്ടുവന്ന് സൺറൈസസ് ഭൂമി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹം ശ്രമിക്കുന്നത് ആകെക്കുറി അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു താലിബാൻ ചാപ്പ ഞങ്ങൾക്ക് കുത്തിത്തരാനാണ്. അങ്ങനെ ആ നിലക്ക് ഞങ്ങൾ ഏതെങ്കിലും നിലക്ക് ഒരു താലിബാൻ ചുടാപ്പി ചാപ്പ കുത്തി ഈ വിഷയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ നിന്നോ ഒക്കെ ഞങ്ങളെ മാറ്റി നിർത്താം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 8 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന ആമുഖം ഇവിടെ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചോദിക്കാണ് സൂംബ ഡാൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്, അത് സാംബ ഡാൻസ് അല്ല. ഇനി ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് പ്രകാരം ഇവിടെ സൂംബ ആയാലും സാംബ ആയാലും എന്താ കുഴപ്പം? സൂംബ അല്ല ഇനി സാംബ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ഒരു ധാർമ്മിക പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു പോയിന്റിൽ നിന്നോ അതിപ്പോൾ മാറിയാൽ തന്നെ എന്താണ് കുഴപ്പം? അപ്പോൾ ഒരു നിലക്കും വാലിഡേറ്റ് അല്ലാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്ത് CPM ഇരിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന ഒരു മാറ്റത്തെ അഥവാ ബ്ലാക്ക് ബോർഡ് മാറ്റി ഒരു പച്ച കളർ ബോർഡ് കൊണ്ടുവരുന്ന സമയത്ത് എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് വായിക്കാം. ബ്ലാക്ക് ബോർഡിൻ്റെ നിറമല്ല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് പ്രശ്നം. ആ പോസ്റ്റ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതിലെ വാചകമാണ്, അത് ആ രംഗത്തെ വിദഗ്ധരുമായി ആലോചിച്ച് ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്തിയ ശേഷം വേണം, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിറം മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ദുരുദ്ദേശപരമാണ്. ശ്രീ പിണറായി വിജയൻ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ ആ വാചകം അദ്ദേഹം അത് ആത്മാർത്ഥമായി പറഞ്ഞതായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കാണ്, ഒരു ബോർഡിന്റെ നിറം മാറ്റുന്നിടത്ത് പോലും ശാസ്ത്രീയമായ പഠനങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നവരോട് ഞങ്ങളിപ്പോൾ അതേ കാര്യം തിരിച്ചു ചോദിക്കുന്നുള്ളൂ. പാഠ്യപദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തിൽ ഓരോരോ പാർട്ടായി ഇത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ പഠനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിലും ഇല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ മേൽ ചാപ്പ കുത്തിയാൽ ഇത്തരം ചോദ്യങ്ങളും പറച്ചിലുകളൊക്കെ ഇവിടെ അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അത് 8 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ MSF അവരുടെ വിദ്യാർത്ഥികളും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചില മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ ഒക്കെ അത് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ ഈ സൂംബ ഡാൻസ് കേരളത്തിൽ ഇന്ന് വന്നതാണോ ഇന്നലെ വന്നതാണോ? കേരളത്തിൽ എത്രയോ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ തന്നെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാവണമല്ലോ, ഇൻക്ലൂസീവ് ആവണമല്ലോ. അവിടെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തേണ്ട ഒരു അത് വിദ്യാഭ്യാസ വകുപ്പ് മാറ്റി നിർത്തണം എന്ന് പറയുകയല്ലോ. ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് തന്നെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ഉന്നയിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അല്ലേ? സർക്കാർ പറഞ്ഞോ നിങ്ങൾ ഇത് ചെയ്യേണ്ട എന്ന്? ഞങ്ങളിവിടെ ഞങ്ങൾക്കത് പറ്റില്ല അതുകൊണ്ട് മാറ്റി നിർത്തണം എന്നൊരു വാദം എവിടെയും ഉന്നയിച്ചിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാത്തൊരു സംഗതി ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുണ്ട്, അതുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് മാറ്റണമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് ഇതിന്റെ കൾച്ചറൽ ഇമ്പാക്റ്റ് എന്താണ് എന്നത് പഠിക്കണം. അത് പഠിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് ചർച്ച വരണം. അവിടെയാണ് നമ്മുടെ കൺസേൺ ഉള്ളത്. അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രം മാറി നിൽക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇതിന്റെ കൾച്ചറൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന പഠനങ്ങൾ നടക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ള പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് ഉന്നയിച്ചത് ആരൊക്കെയാണ്? ഇതിന്റെ ഈ കൾച്ചറൽ പ്രശ്നം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുമായി ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട് എന്നൊക്കെ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ മതിയോ? അത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മതിയോ? നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ? അതെ, അവിടെ വീണ്ടും ഇതൊരു മതപരമായ ആംഗിളിലേക്ക് കൊണ്ടുവരാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്.
നിങ്ങൾ ഉന്നയിച്ച ആംഗിൾ ഇതിൽ വിശ്വാസം എന്ന് പറയുന്ന പ്രശ്നമില്ല എന്നാണോ ഇപ്പോൾ ശ്രീ സഫാൻ പറയുന്നത്? പൂർത്തിയാക്കുമ്പോഴല്ലേ എന്റെ ആംഗിൾ എന്താണെന്ന് വ്യക്തമാകുക. ഞാനത് പൂർത്തിയാക്കുമ്പോഴാണല്ലോ അത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രേംകുമാറും പറഞ്ഞല്ലോ, പിന്നെ ലഹരിക്കെതിരെ ഗവൺമെന്റ് ആകെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ലഹരിക്കെതിരെ നടപ്പിലാക്കുന്ന പോസിറ്റീവായ എല്ലാ സ്ഥലത്തും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുണ്ട്. പിന്നെ മുഖ്യമന്ത്രി നിയമസഭാ ഹാളിൽ വിളിച്ചു ചേർത്ത യോഗം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ പ്രവർത്തകർ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, അവിടെ ഞങ്ങളുടെ പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ ഡോക്ടർ ഷാബാസ് കെ അബ്ബാസ് പങ്കെടുത്തിരുന്നു. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ ഗവൺമെന്റ് ഇത് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ഗവൺമെന്റ് ഇത് പ്ലേസ് ചെയ്യുന്നത് ലഹരിക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള സ്ട്രെസ്സിനെതിരെ എന്നാണ്. അവിടെ വളരെ പെരിഫറലായി തന്നെ ഒരൊറ്റൊരു ഇതിന്റെ വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. ഇവിടെ പിന്നെ സ്ട്രെസ് ഉണ്ട്, കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ സൂംബയിലേക്ക് പോകണമെന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു വാദം. ഇതേ ഗവൺമെന്റ് IT ടെക്നോ പാർക്കിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ അവർക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഉപകരണം എന്താണ്? അവിടെ ലഹരി സപ്ലൈ ചെയ്യാനാണ്, ബാർ തുറക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഇവിടെയുള്ള ശാസ്ത്രീയമായ പിന്നെ ഇതിനെങ്ങനെയാണോ പരിഹരിക്കേണ്ടത്? ലഹരിക്കെതിരെ ഒരു വിദ്യാർത്ഥികളെ വെറും എന്താ പറയാ, കുട്ടികൾ ഇതിലേക്ക് എത്തുന്നത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, കുട്ടികൾ ഇതിലേക്ക് ലഹരി ഉപയോഗിക്കുന്നിടത്തേക്ക് എത്തുന്നത് അത് ഒരിക്കലും സ്ട്രെസ് കൊണ്ടല്ല. ഞാൻ ചോദിക്കുന്നത് ലഹരി ഇതുമായി ബന്ധപ്പെട്ടത് ഒരു മദ്യ വിപണന കേന്ദ്രം തുറക്കുന്നതും സ്കൂളിൽ സൂംബ പഠിപ്പിക്കുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിശ്വാസവുമായി ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ വിമർശനം ഉന്നയിക്കുന്നത് മുഴുവൻ സാമുദായിക സംഘടനകളാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ സാമുദായിക സംഘടനകൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അവരുന്നയിക്കുന്നത് എന്നുള്ളത് നമ്മളങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം, അല്ലേ? ധാർമ്മിക പ്രശ്നമാണ്. ധാർമ്മിക പ്രശ്നം ഉണ്ടാകുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല. ധാർമ്മിക പ്രശ്നമാണ്, അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിലേക്ക് മാത്രം കുറച്ചു മുമ്പ് ഇത് വിശ്വാസ പ്രശ്നമല്ല എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കൂ പറഞ്ഞല്ല. വിശ്വാസ പ്രശ്നമേ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ കൂട്ടിക്കെട്ടാനാണ്, അതിലൊതുക്കി നിർത്തി ഇതിനെ ഒരു ചാപ്പ കുത്താനാണ് ഇവിടെ പ്രേംകുമാർ അടക്കമുള്ള ഇടത് സഹയാത്രികർ പലരും ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ അതിനെ റേസ് ചെയ്തത്. അവിടെ മാത്രം ഒതുക്കേണ്ടതല്ല. അത്തരം കൺസേണുകൾ എന്താ ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതില്ലേ? ഇവിടെ നൗഷാദ് അലി, കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം ഇവിടെ ഉന്നയിച്ചല്ലോ ഒരു പിന്നെ ഹൈക്കോടതി ഉത്തരവ് ഇവിടെ ഉന്നയിച്ചു, പിന്നെ ഒരു കോട്ട് ചെയ്തല്ലോ. ഒരു കുട്ടിക്ക് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത് ആ കുട്ടിയുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന് കോടതിയിൽ പോയപ്പോൾ ഇളവ് കൊടുത്തൊരു ഭാഗം ഇവിടെ ഉദ്ധരിക്കണ്ടായി. അപ്പൊ അതുവരെ ഉള്ള ഒരു നാട്ടിൽ ഇവിടെ സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അതിനെതിരെ കോടതിയിൽ പോകരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിനെതിരെ സർക്കാരിന് തന്നെ അതിലൊരു റിവ്യൂ വേണമെന്ന അർത്ഥത്തിൽ ഒരു അപേക്ഷ കൊടുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിന് പകരം മൈക്ക് വെച്ചെടുത്തൊക്കെ കയറി നിന്ന് ഈ തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ആഭാസമാണ്, ധാർമ്മികതയല്ല, അത് പ്രദർശിപ്പിക്കാനുള്ള രീതിയാണ് എന്നൊക്കെ പറയുക. ആ നിലയ്ക്ക് കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സ്വാധീനിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ധാർമ്മിക പ്രശ്നമുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ.